ഹലോ, എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിക്കുന്നത്, ഞാൻ അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. ഞാനത് മുഖ്യ വീഡിയോകളിലും പറയുന്നതാണ്. അപ്പം കുറേ ചെടികൾ വലുതായി വന്നപ്പോൾ ചെടികളിൽ മുരടിപ്പും പിന്നെ കീടങ്ങളുടെ ശല്യമൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ ചെയ്ത് മാറ്റണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ മരുന്നുകളുടേത് അതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നോക്കിയപ്പം കുറച്ച് യൂസ്ഫുൾ ആയതും പിന്നെ തൊട്ടടുത്ത് കിട്ടുന്നതുമായിട്ടുള്ള ഒരു വളവും കീടനാശിനിയായിട്ടുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ചീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ. ഇത് മുഖ്യ പറമ്പുകളിലും കാണും, നമ്മളുടെ വീടിൻ്റെ വേലിവെക്കിലൊക്കെ കാണുന്ന ഒരു ഇലയാണ് ചീമക്കൊന്നേൻ്റെ ഇല. ഇത് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഇത് കീടങ്ങളിനൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ വളമാക്കി മാറ്റുന്നതെന്ന് നോക്കാവേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇലകൾ ഇതുപോലെ നമുക്കതൊന്ന് ഊരി എടുത്തിടണം കേട്ടോ. എന്നിട്ട് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ആ ഒരു ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ കമ്പോസ്റ്റൊക്കെ വളമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ടിന്നാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കാമേ. ഈ ഒരു പാകത്തിന് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് പുളിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അത് 3 വെള്ളം മതിയേ, ഓവറായിട്ടുള്ള വെള്ളമൊന്നും വേണ്ട. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനെടുത്ത് ചെടികളിൽ തളിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചെടികളിലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് നമ്മുടെ ഈ ലായനി എടുത്തിട്ട് ഒരു 10 കപ്പായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കാനും കീടങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ല ഒരു കീടനാശിനിയും വളവും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം നിർമ്മിക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടുവാണെങ്കിൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വെറുതെ വളം വാങ്ങി പൈസയും കളയണ്ട, പിന്നെ നമ്മുടെ ശുദ്ധമായിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം കൂടെയല്ലേ. നമുക്ക് അടുക്കളത്തോട്ടം സുഖമായിട്ട് നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ എടുത്ത് ചെടികളിൽ തെളിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.